നമസ്കാരം. രാജ്യത്ത് പല അത്യപൂർവമായിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കാരണം പൊടുന്നനെ ഒരു പാതിരാത്രിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്നത് വരെ ഇപ്പോൾ രാജ്യത്ത് ഇതാദ്യമായിട്ടായിരിക്കും. BJP ഇത്തരത്തിലൊരു നടപടി കൈക്കൊള്ളുമ്പോൾ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഏക ആശ്വാസം എന്ന് പറയുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ നീതിപീഠം തന്നെയായിരുന്നു. എന്നാൽ അവിടെ സുപ്രീം കോടതിയും ഇപ്പോൾ മുഖം തിരിക്കുന്ന ഞെട്ടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ് സ്വാതന്ത്ര്യവും അതോടൊപ്പം തന്നെ നീതിയുക്തവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതിനാൽ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ്. ഈ ഒരു നിയമനത്തിൽ നീതി മാറ്റിയതിനെതിരെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകുകയും അത് വളരെ അടിയന്തരമായി തന്നെ പരിഗണിക്കണമെന്ന ആവശ്യം ഉന്നയിക്കപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ സുപ്രീം കോടതി ഈ ആവശ്യം തള്ളിയിരിക്കുകയാണ്. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് എല്ലാ കേസുകളും കോടതിക്ക് പ്രാധാന്യമാണെന്നും ഒരു കേസ് മാത്രമായി അങ്ങനെ കാണാനാകില്ല എന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. മഹുവ മൊയ്ത്ര അടക്കമുള്ളവർ സമാനമായിട്ടുള്ള ഹർജികൾ സുപ്രീം കോടതിയിൽ നൽകിയിരുന്നെങ്കിലും അതിനെക്കുറിച്ചും കോടതി ഉടൻ തീരുമാനമെടുക്കാൻ തയ്യാറായില്ല. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും കമ്മീഷനെയും തിരഞ്ഞെടുക്കാനുള്ള ഈ പുതിയ നടപടി മര്യാദകേടാണെന്നാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടിരുന്നത്. സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുന്നത് വരെ പുതിയ നിയമനം നടത്തരുതെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടെങ്കിലും അതിന്മേൽ ഇപ്പോൾ മോദി സർക്കാർ പ്രതികരിച്ചിട്ടില്ല. ബുധനാഴ്ച സുപ്രീം കോടതി ചേർന്നപ്പോൾ ആദ്യ 4 കേസുകൾ മാത്രം കേട്ട ബെഞ്ച് 41ാമത്തെ ഇനമായിട്ടുള്ള പട്ടികയിൽപ്പെടുത്തിയ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ്, അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്, അനുരാഗ് ഠാക്കൂർ തുടങ്ങിയവർ സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികൾ അത് മാറ്റിവെക്കുകയായിരുന്നു. അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷണും അഡ്വക്കേറ്റ് വരുൺ ഠാക്കൂറും ഈ കേസ് അടിയന്തരമായിട്ട് പരിഗണിക്കണമെന്ന ആവശ്യം വീണ്ടും മുന്നോട്ട് വച്ചിരുന്നു. ഇത് 140 കോടി ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണെന്ന് വരുൺ ഠാക്കൂർ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇത് ആ സമയത്ത് പറയേണ്ടതില്ലെന്ന് ബെഞ്ച് പ്രതികരിക്കുകയുണ്ടായി. ഇത് 140 കോടി ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രധാന വിഷയമാണെന്ന് വരുൺ ഠാക്കൂർ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇത് ആ സമയത്ത് പരിഗണിക്കേണ്ടതില്ലെന്ന് ബെഞ്ച് പ്രതികരിക്കുകയുണ്ടായി. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഭരണഘടനാ ബെഞ്ചിൽ കേസുള്ളതിനാൽ തന്നെ ഹർജി മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. സർക്കാരിന് 17 ഓഫീസർമാരുണ്ട്, അവരുടെ അഭിഭാഷകൻ ഇല്ലെങ്കിൽ മാത്രം കേസുകൾ മാറ്റിവെക്കാനാകില്ലെന്ന നിലപാടാണ് പ്രശാന്ത് ഭൂഷൺ എടുത്തിരുന്നത്. കോടതി ഉച്ചഭക്ഷണത്തിന് ശേഷം വീണ്ടും ചേർന്നെങ്കിലും ഹർജി പരിഗണിക്കാൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ മാർച്ച് 19 തീയതി കേസ് പരിഗണിക്കാമെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രശാന്ത് ഭൂഷൺ 1 മണിക്കൂർ മാത്രം മതി എന്ന് പറഞ്ഞെങ്കിലും കോടതി അതിന് തയ്യാറായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യം മുൻനിർത്തിക്കൊണ്ട് ഹർജി അടിയന്തരമായിട്ട് പരിഗണിക്കണമെന്ന ആവശ്യം ശക്തമാകുമ്പോൾ അതിനെ മാറ്റിവെക്കുന്ന കോടതി നിലപാട് രാജ്യത്തിപ്പോൾ വലിയ ചർച്ചകൾക്കും ഇടയാക്കിയിരിക്കുകയാണ്. ഇനി മാർച്ച് 19 കോടതിയുടെ തീരുമാനം വരുന്നത് വരെ രാജ്യം കാത്തു നിൽക്കേണ്ടതായിട്ട് വരും. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.